എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് തമിഴിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് ഞാൻ എൻ്റെ കുറച്ച് ഇയറിംഗ് കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. എന്നോട് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ ഇയറിംഗ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരും എന്നുള്ളത്. അപ്പോൾ ദേ ഞാൻ എൻ്റെ ഇയറിംഗ്സ് ഒക്കെ ഇവിടെ ഈ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ലൈവിൽ വരുന്ന സമയത്തൊക്കെ ഇപ്പോൾ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും എന്നോട് വന്നിട്ട് പറയാറുള്ള കാര്യമാണ്, ചേച്ചിയുടെ കമ്മൽ കൊള്ളാട്ടോ എന്നുള്ളത്. കുറേ പേര് എൻ്റെ ഇയറിംഗ്സിൻ്റെ ഫാൻസ് ആണെന്ന് തോന്നുന്നു. എല്ലാവർക്കും എൻ്റെ കമ്മൽ കളക്ഷൻസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇയറിംഗ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരും എന്നുള്ളത്. അപ്പോൾ ദേ ഞാൻ എല്ലാം ഇതിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം. എനിക്ക് ഇയറിംഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിപ്പോൾ എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കും. അത്രയും എനിക്ക് ബാക്കിയുള്ള ജ്വല്ലറീസിനോടൊന്നും അത്ര വലിയ ഇഷ്ടമില്ല. പക്ഷേ ഇയറിംഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരുമാതിരി ഒരു തരം പ്രാന്താണ് എനിക്ക് ഈ ഒരു കമ്മലിനോടൊക്കെ. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിൽ മിക്ക കമ്മലുകളും ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ പൂരമൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ പൂരപ്പറമ്പിലൊക്കെ ഇങ്ങനെ കമ്മലുകൾ കാണുമ്പോൾ ഞാൻ അറിയാതെ തന്നെ അങ്ങോട്ട് പോകും. അങ്ങനെ അവിടെ നിന്ന് കുറേ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പൂരപ്പറമ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇയറിംഗ്സ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ എൻ്റെത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കമ്മൽ കാണാം. ഫസ്റ്റ് ഇതേ ഞാൻ ഈ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു 100 സംതിങ് എത്ര ആയിട്ടാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കളർ ചേഞ്ചസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ദേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അടുത്തത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു കമ്മലാണ്. ക്ലിയർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല രസമുണ്ട് കേട്ടോ. ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിൻ്റെ പ്രൈസ് എനിക്കറിയില്ല, 100 സംതിങ് തന്നെയാണ് തോന്നുന്നു, അറിയില്ല. കണ്ടു, ഇഷ്ടപ്പെട്ടു, വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. പ്രൈസ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഈ ഒരു ചുരിദാർ ഉണ്ടല്ലോ, ഇതിന് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഞാൻ ഈ ഒരു കമ്മൽ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കമ്മൽ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതാണൊന്ന്. അടുത്തത് വന്നിട്ട് ഇതാണ്. നേരത്തെ കാണിച്ച അതിൻ്റെ ഒപ്പം തന്നെ വാങ്ങിച്ചൊരു കമ്മലാണിത്. രണ്ടും ഒരേ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിനും 100 എത്ര ഇട്ടുണ്ട് തോന്നുന്നു, അറിയില്ല, കറക്റ്റ് എമൗണ്ട് അറിയില്ല കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. വൈറ്റ് സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ ഇട്ട് വരുമ്പോൾ തന്നെ ചിലർ കളിയാക്കാറുണ്ട്. നമ്മൾ മറ്റേ അരി വാർക്കുന്ന തട്ടുണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ടാണോ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കളിയാക്കാറുണ്ട്. പക്ഷെ നല്ല രസമുള്ള കമ്മലല്ലേ ദേ. ഇതൊക്കെ ഡ്രസ്സിന് മാച്ചായിട്ട് വാങ്ങിച്ചതാട്ടോ. ഞാനൊരു ഓറഞ്ച് കളർ ഡ്രസ്സിനായിട്ട് വേണ്ടിയിട്ട് വാങ്ങിച്ചായിരുന്നു ഇത്. ഇനി അടുത്തത് കാണാം. ധാവണി യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ടെമ്പിൾ ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സെറ്റ് മുണ്ട്, സെറ്റ് സാരി എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ ഒക്കെ ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് അടുത്ത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഇതാണ്. ഇത് ഞാൻ പൂരപ്പറമ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു ഇയറിംഗ്. നല്ല രസമുണ്ട്, ലക്ഷ്മി രൂപത്തിൻ്റെ മോഡലൊക്കെ ആയിട്ട്. ഈ ഒരു കളറാണ് എൻ്റെ ധാവണി ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് മേച്ചായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കിത് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. ഇട്ട് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് കാണിച്ചു തരാം. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു ഇയറിംഗ്. ഇതിന് വന്നിട്ട് 180 രൂപ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഇയറിങ്ങിന്. നല്ല രസമുള്ളൊരു ഇയറിംഗ് ആണ്. ഇതെങ്ങനെയുണ്ട് കാണാൻ, കൊള്ളാവോ? ഇത് ഞാൻ പൂരപ്പറമ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. പ്രൈസ് അറിയില്ല, ഞാൻ കുറേ വാങ്ങുന്നതിൻ്റെ ഒപ്പം വാങ്ങിച്ചൊരു കമ്മലാണ്. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി ഇത്. എനിക്ക് എല്ലാം ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. ഇയറിംഗ്സ് ഇഷ്ടമാണെങ്കിലും എല്ലാം ഇഷ്ടമാണെന്നില്ല. ചിലത് പെട്ടെന്ന് നമുക്ക് കണ്ണിൽ പിടിക്കും, ഇത് നന്നായിട്ടുണ്ട്, കൊള്ളാമെന്ന്. അപ്പം അങ്ങനെ വാങ്ങിക്കുന്നതാണ് ഞാൻ. എനിക്ക് അതുപോലെ ഇഷ്ടമായിട്ടുള്ളൊരു ഇയറിംഗ് ആണ് കേട്ടോ ഇത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഓരോ ലെയറായിട്ട് ഇതിൽ വന്നിട്ട് മെറൂൺ സ്റ്റോണൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ വൈറ്റ് ഇതും വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ മിക്കതും ലൈവിലൊക്കെ ഇട്ട് വരാറുള്ളതാണ് കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ്. 2-3 കൊല്ലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇയറിംഗ് ഉണ്ട്. കളറൊക്കെ പോയി, എന്നാലും അത് നമുക്ക് അങ്ങോട്ട് ഉപേക്ഷിക്കാൻ തോന്നില്ല. അത്രയും ഭംഗിയുള്ള ഒരു ഇയറിംഗ് ആട്ടോ. അതിനൊപ്പം നമുക്ക് മാല ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ മാല അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇതിൻ്റെ ഇയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. കണ്ടാലോ? ഇതാണ്. ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതാണ് വന്നിട്ട്
ലക്ഷ്മി രൂപ തന്നെയാണ് വരുന്നത്. നല്ല രസമുണ്ട്. നമുക്ക് സെറ്റ് മുണ്ടിൻ്റെ ഒപ്പം സെറ്റ് സാരിയുടെ ഒക്കെ ഒപ്പം നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സാധാ സാരികളുടെ ഒപ്പം ഞാൻ അങ്ങനെ ആയിട്ട് യൂസ് ചെയ്യാറ്. ചില സാധാ സാരികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം യൂസ് ചെയ്യാറുണ്ട്. സെറ്റ് മുണ്ട്, സെറ്റ് സാരി, ധാവണി എല്ലാത്തിൻ്റെ ഒപ്പം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത് ഞാൻ പറഞ്ഞ 2-3 കൊല്ലമായിട്ടുള്ളതാണ്. ഇതിൻ്റെ കളറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കളറൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇത് അങ്ങോട്ട് ഉപേക്ഷിക്കാൻ തോന്നണില്ല. അത്രയ്ക്കും രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഇടുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, നിന്റെ കാതൊക്കെ തൂങ്ങില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത്ര കനമുള്ളതൊന്നുമല്ല കേട്ടോ. ഞാൻ അത്ര ഭയങ്കര കനമുള്ള കമ്മലുകളൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല. പക്ഷെ ഇത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. കളർ പോയി. ഇനി ഇത് കളർ വെപ്പിക്കാൻ വല്ല പണിയുണ്ടെങ്കിൽ അത് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇതിൽ സ്റ്റോൺ വർക്കുകളൊക്കെ വരുന്നുണ്ട്. റെഡും ഗ്രീനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ സ്റ്റോണുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ കൂടുതലും ഗോൾഡ് കവറിങ് ഉള്ള ജിമിക്കി കമ്മലുകളാവും കണ്ടിട്ടുണ്ടാവുക. പക്ഷെ അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് ഞാനൊരു സംഭവം കണ്ടു. ഒരു ഷോപ്പിൽ നിന്നാണ് കണ്ടത്. അപ്പം തന്നെ ഞാനത് വാങ്ങിക്കുകയും ചെയ്തു കേട്ടോ. ഇതാണ് സംഭവം. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഈ ഒരു മോഡൽ കണ്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു സിൽവറിൽ വന്നിട്ട് വൈറ്റ് സ്റ്റോൺസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും വരുന്നുണ്ട്. ഇവിടെ വന്നിട്ട് വൈറ്റ് ബീഡ്സും വരുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അത് പ്രൈസ് എനിക്കറിയില്ല. ഇതിൻ്റെ ഒന്നും പ്രൈസ് ഞാൻ സത്യം പറഞ്ഞാൽ ഓർത്ത് വെക്കാറില്ല കേട്ടോ. കാണും, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് അപ്പം എടുക്കും എന്നല്ലാതെ അതിൻ്റെ പ്രൈസ് ഒന്നും ഞാൻ നോക്കി വെക്കാറില്ല. പക്ഷെ ഇത് രസമുണ്ടല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഇതാണ് ഒന്ന്. ചില കമ്മലുകൾ നമുക്ക് എത്ര കളറ് പോയാലും അല്ലെങ്കിൽ അതിലത്തെ ബീഡ്സും ഒക്കെ പോയാലും നമുക്കത് ഉപേക്ഷിക്കാൻ തോന്നില്ല. അതുപോലെയുള്ള അടുത്തൊരു കമ്മലാണ് ഇതിട്ടാ. ഈ പറഞ്ഞ പോലെ സെറ്റ് മുണ്ടിൻ്റെ ഒപ്പം സെറ്റ് സാരിയുടെ ഒപ്പം ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു ഇതാണ്. നല്ല രസമുണ്ട് കാണാൻ പറ്റും. ലക്ഷ്മി രൂപമാണ് വരുന്നത്. ഇതിന് വന്നിട്ട് വലിയൊരു ചെയിനാണ് കേട്ടോ വരുന്നത്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിനൊരു ചെയിൻ വരുന്നുണ്ട്. നല്ല ഹെവി ആയിട്ടുള്ള ഒരു ചെയിനാണ് വരുന്നത്. നമുക്ക് കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനിടാൻ വേണ്ടി. ഞാൻ അതുപോലെ ഒരു മാരേജിന് വേണ്ടിയിട്ട് വാങ്ങിച്ചായിരുന്നു. അത് നല്ല രസമുള്ളതാട്ടോ. ഇതിൻ്റെയൊക്കെ കളർ പോയിട്ടുണ്ട്. കൂടുതലും ഞാൻ ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് കൂടുതലും യൂസ് ചെയ്യുന്നതായതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ കളറൊക്കെ പോയിട്ടുണ്ട്. ഷേപ്പൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. റൗണ്ട് ഉണ്ടായിരുന്നതൊക്കെ വേറെ ഏതൊക്കെ ഷേപ്പൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇത് ഉപേക്ഷിക്കാൻ തോന്നുന്നില്ല കേട്ടോ. നല്ല രസമുണ്ട്. ലക്ഷ്മി രൂപ തന്നെയാണ് വരുന്നത്. ഇതാണ് ഒരു കമ്മല്. നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് വരുന്നത്. ലക്ഷ്മി രൂപമാണ് വരുന്നത്. എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നമുക്ക് വേറെ എവിടെ ഇരുന്നിട്ട് വീഡിയോ എടുക്കാനുള്ളൊരു ഇതില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ചിട്ട് എടുക്കുന്നത്. ഇതാണ് വരുന്നത്. ലക്ഷ്മി രൂപമാണ് വരുന്നത്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിൻ്റെ ഇപ്പോൾ ഒരു കുഞ്ഞൊരു ഇതുണ്ട് കേട്ടോ, ചെയിൻ ഉണ്ട്. ഇത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ഒക്കെ ബീഡ്സ് ഒക്കെ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എവിടേക്കൊക്കെയോ എന്തൊക്കെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ രസമുണ്ട് കാണാൻ. ഇപ്പോൾ ഈ അടുത്ത് വാങ്ങിച്ചൊരു ഇയറിംഗ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നില്ലേ, അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് വരുന്നത്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഒരു ബ്ലാക്ക് കുർത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചു തരട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിന് 100 സംതിങ് ഉണ്ട് തോന്നുന്നു. ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണേ. ഇതൊന്ന് മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ഒപ്പം ഒരു നെക്ലസും കൂടി വരുന്നുണ്ട്. ഇതാണ് കേട്ടോ. ഇത് ലക്ഷ്മി രൂപം എന്നല്ല, ഒരു മയിലിൻ്റെ ഒരു ഇതാണ് മോഡലാണ് വരുന്നത്. അധികം ഹെവി ഒന്നല്ല കേട്ടോ. ഇതെങ്ങനെയുണ്ട്? ഇതാണ് കേട്ടോ അടുത്തത്. ലക്ഷ്മി രൂപമാണ് വരുന്നത്. അതിൽ വന്നിട്ട് നമ്മുടെ മെറൂൺ സ്റ്റോൺ വർക്കുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ബീഡ്സൊക്കെ വരുന്നുണ്ട്. ഇതും രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. കൊള്ളാം. ക്ലിയർ ആവുന്നുണ്ട് തോന്നുന്നു. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ട്. ഇതാണ് മോഡല്. എനിക്ക് എൻ്റെ അനിയൻ്റെ വൈഫ് പൂരത്തിന് പോയിട്ട് വരുന്ന സമയത്ത് എനിക്ക് ഇയറിങ്സിനോട് ഭയങ്കര പ്രാന്തുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായതുകൊണ്ട് അവൾ വാങ്ങിച്ചുകൊണ്ടെന്നാണ് കേട്ടോ. ഇത് ഞാൻ ഇട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ലൈവിലൊക്കെ ഞാനിത് ഇട്ട് വന്നിട്ടുണ്ട്. ഒരു ബട്ടർഫ്ലൈയുടെ ഒരു മോഡലൊക്കെയാണ് വരുന്നത്. കൊള്ളാം. ഇത് വന്നിട്ട് ഈ ഒരു മോഡലാണ്.
ഇത് ഞാനൊരു സെറ്റ് മുണ്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. സെറ്റ് മുണ്ട് സെറ്റ് സാരി എന്തിനൊപ്പം നമുക്ക് പോവും. അതുപോലെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു ഇതാണ്. ഇതിൽ വന്നിട്ട് മറ്റേ പിങ്കും ആൻഡ് ഗ്രീൻ സ്റ്റോൺ വർക്കൊക്കെ വരുന്നുണ്ട്. ഇതുപോലെ ബീഡ്സ് വർക്ക് വരുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഇതും ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതാണൊന്ന്. നമ്മുടെ ലോട്ടസ് ചെയിനൊക്കെ നമുക്ക് ട്രെൻഡിങ് ആയിരുന്നല്ലോ ഇപ്പോൾ ഈ അടുത്ത്. അപ്പോൾ ആ സമയത്ത് മീഷോയിൽ നിന്ന് ഞാനൊരു ലോട്ടസ് ചെയിൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് കേട്ടോ ഇത്. ഒരു റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലൊക്കെ വരുന്ന ഒരു ഇയറിംഗ് ആണ്. പക്ഷെ ഞാൻ ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടുതലും അത്യാവശ്യം വലുപ്പമുള്ള കമ്മലുകളാണ് എനിക്കിഷ്ടം. ഇതുപോലെ ചെറിയ കമ്മലുകളുടെ എനിക്കിഷ്ടമല്ല. കാരണം എൻ്റെ മുഖത്തിന് അത്യാവശ്യം വലുപ്പം വേണം. അത് കാരണം ഇത്രയും വലുപ്പമുള്ള കമ്മലുകളൊക്കെ യൂസ് ചെയ്യും. പക്ഷെ ചെറുത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല. ഇപ്പോൾ നമുക്ക് എങ്ങനെയാലും നമ്മളിപ്പോൾ സെറ്റ് മോഡൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ആ ലോട്ടസ് ചെയിൻ ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പം യൂസ് ചെയ്യാം. അങ്ങനെ വാങ്ങിച്ചിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു കുഞ്ഞൊരു ഇയറിംഗ് ആണ് വരുന്നത്. ഇത് അടുത്തത് വന്നിട്ട് ഈ ഒരു ഇയറിംഗ് ആണ്. ഇതിൻ്റെ കളർ എന്ത് കളറാണെന്ന് എനിക്കറിയില്ല. പക്ഷെ കൊള്ളാം. ഇതെനിക്ക് ഞാൻ കടയിൽ നിന്നും ഓൺലൈനിൽ നിന്നും വാങ്ങിച്ചല്ല. ഇതെനിക്ക് ആരോ കൊണ്ടുവന്ന് തന്നതാണ്. ഏട്ടനാണോ എൻ്റെ അമ്മയാണോ എന്നറിയില്ല. അവരെവിടെയോ പോയി വരുമ്പോൾ എനിക്ക് വാങ്ങിച്ചു വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഇയറിംഗ്. എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇത് ഞാനല്ലെങ്കിലും കമ്മലുകൾ കൊണ്ടുവന്ന ഇഷ്ടമല്ല എന്ന് പറയില്ല. കാരണം കമ്മലിനോട് കുറച്ച് പ്രാന്തുള്ളത് കാരണം ആര് കമ്മൽ കൊണ്ടുവന്നാലും ഞാനത് വാങ്ങിക്കും. അപ്പോൾ അവർക്കും അറിയാം എനിക്ക് കുറച്ച് കമ്മലിനോട് കുറച്ച് പ്രാന്തുണ്ടെന്ന്. അപ്പോൾ ഈ മലയ്ക്കൊക്കെ പോയിട്ട് വരുന്ന സമയത്തൊക്കെ എനിക്ക് കമ്മലുകൾ കൊണ്ടുവന്ന് തരാറുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചില കമ്മലുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ നാശമായാലും ചിലപ്പോൾ നമ്മളത് ഉപേക്ഷിക്കില്ല. അതുപോലെ ഞാൻ ഈ അടുത്ത് പൂരത്തിന് ഞാൻ വാങ്ങിച്ചൊരു കമ്മലാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു കമ്മൽ. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തുള്ള ഒരെണ്ണം അതിൻ്റെ ഈ ഒരു ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട്. അതവിടെ നിലത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെങ്ങാനും ഞാൻ കളഞ്ഞിട്ടില്ല. വേണമെങ്കിൽ എനിക്കിത് കളയാം. പക്ഷെ കളയാൻ മനസ്സ് അനുവദിക്കുന്നില്ല. അപ്പം ഇനി അത് വല്ല പശ വെച്ചിട്ടൊക്കെ ഒട്ടിക്കാൻ പറ്റുമെങ്കിൽ ഒട്ടിച്ചിട്ട് യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു കമ്മൽ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ ചുരിദാറിൻ്റെ ഒപ്പമൊക്കെ സൽവാറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ കൂടുതൽ ഞാൻ അങ്ങനൊന്നും യൂസ് ചെയ്യാറില്ല. എന്നാലും പക്ഷെ ഇതങ്ങോട്ട് കളയാൻ തോന്നുന്നില്ല. പൊട്ടിയാലും നമുക്കത് കളയാൻ തോന്നണ്ടേ. ഒരു പ്രാവശ്യമെങ്കിലും ഇടണമെന്നുണ്ട് കേട്ടോ. ഞാൻ ഇതായിട്ട് ഇട്ടിട്ടില്ല. ഇടാത്ത കാരണമാണ് ഞാനിങ്ങനെ വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഇതൊന്ന്. ഇനിയുള്ള കമ്മൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരാൾ ഗിഫ്റ്റ് തന്ന കമ്മലാണ്. പേര് ഞാൻ പറയണില്ല. പക്ഷെ ഒരാൾ ഗിഫ്റ്റ് തന്നതാണ്. അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇതാണ് ഒരു മോഡൽ. ഞാൻ സത്യം പറഞ്ഞ ഇത്രയും തൂക്കമുള്ള കമ്മൽ ഞാൻ യൂസ് ചെയ്യില്ല. ഇത് കൊള്ളാം. ഇതൊന്ന്. പിന്നെ അടുത്തത് വന്നിട്ട് ഇതാണ്. ഇതൊന്ന്. പിന്നെ വന്നിട്ടുള്ളത് ഇത് കൊള്ളാം. ഇതൊരു കമ്മല്. പിന്നെ എല്ലാം കാണിക്കണ്ടേ അല്ലേ? അയ്യോ ഇത് ഞാൻ ഇത്രയും ഇതിലുള്ള കമ്മൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല കേട്ടാ. പക്ഷെ ഞാൻ എടുത്ത് വെച്ചു. എനിക്കിത് കളയാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന്. പിന്നെ ഇതൊന്ന്. ഇതെന്താ അത് കിട്ടണില്ല. ഈ ഒരു മോഡൽ ഒന്നേ. പിന്നെ അടുത്തത് നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ ഒരു കളർ വ്യത്യാസം. മറ്റേതിൽ കുറേ കളർ ഇതുണ്ടായിരുന്നു. ഓരോ ബീഡ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ അങ്ങനെ ഇല്ല കേട്ടോ. ഇത് രണ്ടും കൂട്ടി ഇങ്ങനെ ഇരിക്കേണ്ടതാട്ടാ. ഇതൊന്ന്. പിന്നെ വന്നിട്ടുള്ളത് ഇതൊന്ന്. കഴിഞ്ഞില്ലേ? ഇല്ല, ഒരെണ്ണം കൂടി ഉണ്ട്. എവിടെ അതിൻ്റെ ബാക്കി? പിന്നെ
പിന്നെ വന്നിട്ടത് ഇത് കേട്ടോ, ഇത് രസമുണ്ട് കേട്ടോ, എല്ലാം രസമുണ്ട്, രസമില്ല എന്നല്ല, പക്ഷെ ഞാൻ ഇത്രയും ഇറക്കത്തിലുള്ളത് യൂസ് ചെയ്യില്ല, അതാണ് പ്രശ്നം. അപ്പം ഇതാണ് ഒന്ന്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ സമ്പാദ്യം, എൻ്റെ ഇയറിംഗ് കളക്ഷൻസ്. ഞാൻ എല്ലാം കാണിച്ചിട്ടുണ്ട്, സോറി എല്ലാം കാണിച്ചിട്ടില്ല. 2-3 കമ്മലുകൾ ഇനി ഉണ്ട് കേട്ടോ, പക്ഷെ അതെൻ്റെ വീട്ടിലാണ്. ഞാൻ ഇന്നലെ പോയിട്ട് കുറേ തപ്പി നോക്കി, പക്ഷെ കാണാല്ലേ എവിടെ എന്നുള്ളത് ഞാൻ കുറേ തപ്പി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കമ്മലുകൾ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് സൂക്ഷിപ്പ് അധികം ഇല്ല, സൂക്ഷിക്കുന്ന ആളല്ല ഞാൻ ഇപ്പോൾ ഒരു യൂസ് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഊരിയിടും, അങ്ങനത്തെ ആളാണ്. അതുപോലെ കുറേ കമ്മലുകൾ എൻ്റെ നിന്ന് പോയിട്ടുണ്ട്, പൊട്ടി പോയിട്ടുണ്ട് മക്കളെടുത്ത് കളിച്ചിട്ട്, അങ്ങനെയൊക്കെ കേട്ടോ. പക്ഷേ കമ്മൽസിനോടൊരു പ്രത്യേകത അല്ലേ അത്, കാരണം ഇപ്പം ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. കാരണം ഇപ്പം എൻ്റെ ഇയറിങ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടല്ലോ, അപ്പോൾ അത് നമ്മളിങ്ങനെ എപ്പോഴും ഇട്ടിട്ട് വരണ്ടേ, അത് കാരണം. അപ്പോൾ ഇത്രയും ഇയറിങ്സ് ആണ് എൻ്റെ ഉള്ളത്. ഇനി ഞാൻ വാങ്ങിക്കും കേട്ടോ, ഇനി വാങ്ങിക്കാൻ ഞാനിങ്ങനെ പ്ലാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ മീഷോയിലൊക്കെ ഞാൻ കുറേ കാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ കമ്മലുകളൊക്കെ. അപ്പോൾ എൻ്റെ കമ്മൽ കളക്ഷൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഇത് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും കമ്മലുകൾ എൻ്റെ കയ്യിലുള്ളൂ, കുറച്ചേ ഉള്ളൂ കമ്മലുകൾ. ഇനി ഇതിലും കൂടുതലാക്കണം എന്ന് വിചാരിക്കുന്നു. എന്നോട് ഏട്ടൻ എപ്പോഴും പറഞ്ഞിട്ട്, ഈ 2 കാതിലിടാനല്ലേ, നിനക്കിനി എത്ര കമ്മൽ വേണം എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്നോട്. ഞാൻ അങ്ങനെ ഓരോ കമ്മലുകൾ വാങ്ങിച്ചിട്ട് ചോദിക്കുമ്പോൾ. പക്ഷെ അത് ഗേൾസിന് മാത്രമേ അറിയുള്ളൂ അല്ലേ, ഈ കമ്മൽസിനോടുള്ളൊരു പ്രത്യേകതരം ഒരു ഇഷ്ടമല്ലേ ഗേൾസിന്. നമ്മളെവിടെ പോയാലും ഗേൾസ് അങ്ങനെയല്ലേ, എനിക്ക് തോന്നുന്നു മിക്ക ഗേൾസും അങ്ങനെയാവും. ഇപ്പോൾ പൂരപ്പറമ്പിലൊക്കെ പോയി ഭയങ്കര കൺഫ്യൂഷനാവും അങ്ങനെ ഓരോന്നും കാണുമ്പോൾ, ഈശ്വര ഏതെടുക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഇയറിങ്സ് കളക്ഷൻസാണ് ഞാൻ ഈ കാണിച്ചു തന്നിട്ടുള്ളത്. മിക്ക കമ്മലുകളും ഞാൻ ഈ പറഞ്ഞ പോലെ ഡ്രസ്സിന് മാച്ചായിട്ട് അങ്ങനെയാണ് ഞാൻ വാങ്ങിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇയറിംഗ് കളക്ഷൻസ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി സബ് ചെയ്യുക, വീഡിയോസൊക്കെ കണ്ടു നോക്കുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.